അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന DCT എഞ്ചിനുള്ള 1 ലിറ്റർ ടർബോ I20 ആണ്. 120 PS ആണ് ഇതിന്റെ പവർ. നമുക്ക് ഇതിന്റെ പവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Hello viewers, welcome back to But Why Malayalees channel. പ്രീമിയം ഹാച്ച്ബാക്ക് എന്ന് പറഞ്ഞ ഇന്ത്യൻ മാർക്കറ്റിൽ ഫസ്റ്റ് വരുന്ന പേരാണ് I20 എന്നുള്ളത്. 2008 ഇത് ലോഞ്ച് ചെയ്തിരുന്ന സമയത്ത് ഇത് സെയിൽ ആവുമോ എന്ന് വരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 2008 ഒരു ഹൈ സെല്ലിംഗ് മോഡലായിരുന്നു I20 എന്നുള്ളത്. അതിനുശേഷം വേർഷൻ 2 Elite എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങി. അതിനുശേഷം ഇപ്പോൾ I20 2020 എന്നുള്ള മോഡൽ ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ചും കൂടെ സ്പോർട്ടി ഡിസൈനിലാണ് ഇപ്പോൾ Hyundai I20 കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ റിവ്യൂസ്, സ്മാർട്ട് ഫോണിൻ്റെ കമ്പാരിസൺ, ഓട്ടോമൊബൈൽ വേരിയൻ്റ് അനാലിസിസ്, ഓട്ടോമൊബൈൽ റിവ്യൂ ഇതെല്ലാം കാണാൻ വേണ്ടി ബട്ട് വൈ മലയാളീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മൾ കാറിൻ്റെ ഫ്രണ്ട് ലുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു മസ്കുലർ ഫിനിഷുള്ള ലൈൻസ് ഒക്കെ കൊടുത്ത് നല്ല സ്പോട്ടി ഡിസൈനാണ് ഇതിൻ്റെ ബോണറ്റ് കാണാൻ തന്നെ. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രിൽസ് ആണ്. പിയാനോ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ഫ്രണ്ട് ഗ്രിൽസ്, അതിൽ തന്നെ ടെർബോൻ്റെ ബാഡ്ജിങ്ങും കാണാം. ഇത് ടെർബോ എഞ്ചിനുള്ള വണ്ടിക്കാണ് ടെർബോൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. ബാക്കി രണ്ട് കാപ്പ എഞ്ചിനും ഡീസൽ എഞ്ചിനും ടെർബോൻ്റെ ബാഡ്ജിങ് കാണാൻ കഴിയില്ല. പിന്നെ ഇതിൽ താഴെ ഒരു സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് സ്കേർട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ വണ്ടിക്ക് കുറച്ചും കൂടി സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട്. അതായത് വൈറ്റ് ബ്ലാക്ക് എന്നുള്ള ഫിനിഷ്. ഇതുപോലെ തന്നെയാണ് വേറെ കളേഴ്സിലും വരുന്നത്. റെഡ് ആണെങ്കിൽ റെഡ് ബ്ലാക്ക് എന്നുള്ളൊരു ഫിനിഷാണ് വരുന്നത്. അത് കുറച്ചും കൂടി സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് Hyundai അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹെഡ് ലാംപ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹെഡ് ലാംപ്സിൽ വരുന്നത് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വൈറ്റ് കളർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതിൽ തന്നെ ഡേ ലൈറ്റ് റണ്ണിങ് LED വരുന്നുണ്ട്. പിന്നെ I20ൻ്റെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ താഴെ ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ്. പക്ഷേ അത് വൈറ്റ് ലൈറ്റ് അല്ല, യെല്ലോ ലൈറ്റാണ് പ്രൊജക്ടർ ഫോഗ് ലാമ്പിൽ വരുന്നത്. ഇതൊക്കെയാണ് ഫ്രണ്ടിലുള്ള ലുക്കിനെ കുറിച്ച് ഒരു ഓവറോൾ ഫീഡ്ബാക്ക് പറയാനാണെങ്കിൽ. നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ടെർബോ GDI എന്നുള്ള എഞ്ചിൻ. അതായത് ഇത് ടെർബോ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനും അവൈലബിൾ ആണ്, വേറൊരു കാപ്പ എഞ്ചിനും അവൈലബിൾ ആണ്. ഇതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്നുള്ള കാണാൻ. ഒരു ഇൻസുലേഷനൊന്നും മുകളിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എഞ്ചിൻ നോയ്സ് വളരെ കുറവാണെന്നാണ് I20 ഗ്യാരണ്ടി ചെയ്യുന്നത്. നമ്മളിതിൻ്റെ സൈഡ് ലുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിലും ഒരുപാട് ലൈൻസ് ബോഡിയിലൂടെ പോകുന്നുണ്ട്. ഈ ലൈൻസ് എല്ലാം കൂടി വരുന്ന സമയത്ത് കാറിന് ശരിക്കും ഒരു സ്പോർട്ടി ഡിസൈൻ തന്നെ എന്നുള്ള രീതിയിൽ തന്നെ പറയാം നമുക്ക്. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ക്രോം ഹാൻഡിൽസ് ആണ് ഡോർ ഹാൻഡിൽസിൽ കൊടുത്തിരിക്കുന്നത്. താഴെയും ഒരു ബ്ലാക്ക് സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോർട്ടി ലുക്കിന് വേണ്ടിയിട്ടാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നുള്ള രീതിയിൽ. ഇതുപോലെ തന്നെ മറ്റ് കളേഴ്സിന് റെഡ് ആൻഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ആൻഡ് ബ്ലാക്ക് എന്നുള്ള കോമ്പിനേഷൻസും വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് I20യുടെ ബാഡ്ജിങ് കാണാം. ഈ കാറിൽ മൊത്തത്തിൽ ഒരുപാട് സ്ഥലത്ത് I20യുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പില്ലേഴ്സും ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് മിററിൻ്റെ കാര്യം പറയാനാണെങ്കിൽ സൈഡ് മിററിൽ ഇവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു പഡിൽ ലാമ്പും കൊടുത്തിട്ടുണ്ട്. പഡിൽ ലാമ്പ് നമുക്ക് വാക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ ലൈറ്റ് കിട്ടി കുറച്ചും കൂടെ ഒരു ക്ലീൻ വാക്കിങ്ങിന് വേണ്ടിയിട്ടാണ് പഡിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നത്. DCT എഞ്ചിനുള്ള വണ്ടിക്ക് DCTയുടെ ബാഡ്ജിങ്ങും ഇവിടെ കാണാൻ കഴിയും. സൈഡിലെ ഡിസൈൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ പില്ലറിൻ്റെ താഴെയായിട്ട് ഒരു ക്രോം ബെൽറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് മുമ്പെന്ന് തുടങ്ങി ബാക്കിലൂടെ വന്ന് കോർണർ ഗ്ലാസ്സിലൂടെ ഒരു ഷേപ്പിൽ നിൽക്കുന്ന ഒരു ബെൽറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ സ്പോർട്ടി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബെൽറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ഒരു ഹൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഏകദേശം 6 ഫീറ്റ് ഹൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ നടത്താൻ കഴിയും. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഒരുവിധം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്, ഒരുവിധം ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ് ഈ സെഗ്മെന്റിൽ വരുന്ന കാർസിൻ്റെ. പിന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ടയറിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 16 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റെപ്നി ടയർ അല്ലെങ്കിൽ സ്പെയർ ടയർ വരുന്നത് 15 ഇഞ്ചിൻ്റെ ടയറാണ്. അത് വിത്തൗട്ട് അലോയും ആണ്. കാർ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവൽ ലിഡ് ഓപ്പണിംഗ് വളരെ എളുപ്പമാണ്. ജസ്റ്റ് 1 ടാപ്പ് ഓപ്പണിംഗ് ആണ് ഫ്യൂവൽ ലിഡിൻ്റെത്. അത്രയ്ക്ക് എളുപ്പമായിട്ടാണ് Hyundai ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. കാറിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ലൈൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്യൂവൽ ലിഡിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുള്ളത്. നമുക്ക് സൈഡ് ആംഗിൾ ഇതിൻ്റെ ഡോർ ഓപ്പണിംഗ് എത്ര ആംഗിൾ വരെ പറ്റുമെന്ന് നോക്കാം.
ഫ്രണ്ട് ഡോർ ഓൾമോസ്റ്റ് നമുക്ക് 85 ഡിഗ്രി വരെ നമുക്ക് തുറക്കാൻ കഴിയും. ബാക്ക് ഡോർ നോക്കുകയാണെങ്കിൽ ബാക്ക് ഡോറും ഏകദേശം ഒരു 75 ഡിഗ്രി വരെ ഓപ്പൺ ആവാൻ കഴിയും. അതുകൊണ്ട് തന്നെ കാറിലേക്കുള്ള എൻട്രി എക്സിറ്റ് വളരെ എളുപ്പമാണ് i20യിൽ. പുറകുന്നുള്ള ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്പോയിലർ കാണാം, പിന്നെ ഡീഫോഗർ ഉള്ള ബാക്ക് വിൻഡോ കാണാം, പിന്നെ റിയർ വൈപ്പർ അവൈലബിൾ ആണ്. ഹ്യുണ്ടായിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് ഹ്യുണ്ടായിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ എക്സ്ട്രീം ടു ആ എക്സ്ട്രീം പോകുന്ന ടൈപ്പ് ഒരു ക്രോം ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു പ്രീമിയം അല്ലെങ്കിൽ സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഹ്യുണ്ടായി. പിന്നെ നമ്മുടെ ബൂട്ടിൻ്റെ ഓപ്പണിംഗ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് നോക്കുമ്പോൾ ഇവിടെയും ഒരു സ്കേർട്ടിംഗ് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് സ്കേർട്ടിംഗ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വണ്ടിക്ക് ചുറ്റും ഈ സ്കേർട്ടിംഗ് കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ ഒരു സ്പോർട്ടി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിലെ സെൻസേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ 2 സെൻസേഴ്സ് ആണ് വരുന്നത്. ഒരു സെൻസർ ഇവിടെയും ഒരു സെൻസർ ഇവിടെയാണ് വരുന്നത്. 4 സെൻസേഴ്സ് അല്ല കാറിന് വരുന്നത്. ഇതിന്റെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സെറ്റ് ഡിസൈൻ ആണ് ബ്രേക്ക് ലൈറ്റിന് കൊടുത്തിരിക്കുന്നത്. അവിടെയും i20യുടെ ബാഡ്ജിങ് കാണാം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും എല്ലാ ഡിസൈൻസും നോക്കുകയാണെങ്കിൽ പഴയ i20 ആയിട്ട് ഒരു രീതിയിലും ബന്ധമില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി റീവാംപ്ഡ് i20 തന്നെ ഇതിനെ പറയാൻ പറ്റും. നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരുവിധം ഡീസൻറ്റ് ബൂട്ട് സ്പേസ് ആണ്. പിന്നെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് ബൂട്ട് സ്പേസിൻ്റെ വലിയ കൺസേൺ ഇല്ല. എന്നാലും നോർമൽ സൈസിൽ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് വൈസ് ആണ് ബൂട്ട് സ്പേസ് കൂടുതൽ. അതായത് നിങ്ങൾക്ക് 2 പെട്ടി മുകളിൽ വെക്കാം. സൈഡിലോട്ടും അല്ലെങ്കിൽ ഉള്ളിലേക്കുമുള്ള ഡെപ്തും വിഡ്ത്തും കുറച്ച് കുറവാണ്. ബൂട്ടിനകത്ത് തന്നെ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്നി ടയർ കാണാം. സ്റ്റെപ്നി ടയർ അലോയ് വീൽ അല്ല, നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്നി ടയർ നോർമൽ ടയറാണ്, അതും 15 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. പിന്നെ ബോസിൻ്റെ സബ് വൂഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോറിൽ നമുക്ക് പ്രസ് ബട്ടൺ എൻട്രിയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡ്രൈവർ സൈഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പാസഞ്ചർ സൈഡിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഡോറിൽ നമുക്ക് പവർ വിൻഡോൻ്റെ ബട്ടൺസ് കാണാം, പിന്നെ സൈഡ് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കാണാം, മുമ്പിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കാണാം, പിന്നെ റിയർ വ്യൂവിന്റെ ബട്ടൺ കാണാം, പിന്നെ ലൈറ്റിന്റെ അഡ്ജസ്റ്റിങ്ങും കാണാം. വണ്ടിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക ഇതിൻ്റെ സീറ്റിംഗ് ആണ്. നമ്മളിങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ള ടൈപ്പ് സീറ്റ്. നിങ്ങളൊരു പ്രീമിയം വെഹിക്കിൾ വേഴ്സസ് ഒരു ബഡ്ജറ്റ് ക്ലാസ് വെഹിക്കിൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ സീറ്റിംഗ് തന്നെയാണ്. ഇത് കുറച്ചും കൂടി നമ്മളെ ചേർത്ത് പിടിച്ച് ഇരിക്കുന്ന സീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. ബഡ്ജറ്റ് കാറിന് കുറച്ചും കൂടെ ഒരു ഫ്രീ സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് ടയർഡ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ കൈ എത്രത്തോളം എത്തുന്നു എന്നുള്ളത്. സ്റ്റിയറിംഗ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈക്ക് സൈഡിലേക്ക് എത്രത്തോളം വിഡ്ത്ത് ഉണ്ട് എന്നുള്ളത്. i20 പുതിയ മോഡലിന് നല്ല വിഡ്ത്തുള്ള ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ കൈ സൈഡിലോട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആണ് റൈഡിംഗ് പൊസിഷനും റൈഡ് ചെയ്യുന്ന സമയത്തും. നമുക്ക് കാറിന്റെ ഇന്റീരിയറിനെ കുറിച്ചും സംസാരിക്കാം. ഇന്റീരിയറിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വരുന്നത് ഇതിന്റെ സൺ റൂഫ് എന്നുള്ളതാണ്. ഇലക്ട്രിക് സൺ റൂഫ് ആണ്. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൺ റൂഫ് ഓപ്പൺ ആവും. അതുപോലെ തന്നെ ബട്ടണിൽ തന്നെ സൺറൂഫ് ക്ലോസ് ആവുകയും ചെയ്യും. ഇതാണ് പുതിയ i20യിലെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഈ സെഗ്മെന്റിൽ വരുന്ന ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ വരുന്നതിൽ വിത്ത് സൺറൂഫ് ആണ് i20 വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ സൺ പ്രൊട്ടക്ടറിൽ മിറർ അവൈലബിൾ അല്ല, പക്ഷെ പാസഞ്ചർ സൈഡിൽ മിറർ അവൈലബിൾ ആണ്. അതിനൊരു ക്ലോസിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, നോർമൽ മിറർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ഡിമ്മിങ് മിറർ അല്ല കൊടുത്തിരിക്കുന്നത്, മാനുവൽ ആണ് ഇതിന്റെ ഡിമ്മിങ് വരുന്നത്. ഇതിൽ തന്നെ ബ്ലൂ ലിങ്കിന്റെ ബട്ടൺ, SOS ബട്ടൺ, ടോയിങ്ങിന്റെ ബട്ടൺ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷനാലിറ്റി എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പിന്നെ ഈ സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും ലാർജസ്റ്റ് സ്ക്രീനാണ് 10.25 ഇഞ്ചിന്റെ സ്ക്രീനാണ് ഹ്യുണ്ടായി i20യിൽ വരുന്നത്. അതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് അതും കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. സ്റ്റിയറിംഗിന്റെ കാര്യം പറയാനാണെങ്കിൽ സ്റ്റിയറിംഗിലും ഒരുപാട് കൺട്രോൾസ് അവൈലബിൾ ആണ്. മ്യൂസിക്കിന്റെ കൺട്രോൾസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ, മ്യൂസിക്, നെക്സ്റ്റ്, കോൾ എടുക്കാനുള്ളത്, കോൾ കട്ട് ചെയ്യാനുള്ള, അങ്ങനെ എല്ലാ ഫംഗ്ഷൻസും ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോൾ, പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് എല്ലാം ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഹെഡ്ലാമ്പിന്റെ നോബും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വൈപ്പേഴ്സിന്റെ നോബും കൊടുത്തിട്ടുണ്ട്. AC-ന്റെ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്തത് ഇതിന്റെ ബട്ടൺസ് ആണ്. നല്ല രസമുണ്ട് ഇതിന്റെ ബട്ടൺസും അതിന്റെ ഡിസൈനും കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ടാപ്പിംഗ് മെക്കാനിസത്തിലാണ് ഇതിന്റെ ബട്ടൺസ് വരുന്നത്. പിന്നെ അടിയിൽ AC, റിയർ ഡീഫോഗർ, ഫ്രണ്ടിൽ ഡീഫോഗർ, ഇതിന്റെ കൺട്രോൾ, AC-യുടെ കൺട്രോൾ, അങ്ങനെ എല്ലാ ബട്ടൺസും താഴെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും വെഹിക്കിളിൽ അവൈലബിൾ ആണ്.
താഴേക്ക് നോക്കുകയാണെങ്കിൽ 12 വോൾട്ടിന്റെ ചാർജർ പോയിന്റ് കാണാം, പിന്നെ USB പോയിന്റും കാണാം, പിന്നെ വേറൊരു ചാർജിങ് പോയിന്റും മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. DCT എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതിൽ തന്നെ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവിംഗ് മോഡ്, അതിൽ തന്നെ സ്പോർട്സ് മോഡും അവൈലബിൾ ആണ്. സ്പോർട്സ് മോഡിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും, പക്ഷേ പാഡിൽ ഷിഫ്റ്റ് വെഹിക്കിളിൽ കൊടുത്തിട്ടില്ല. പിന്നെ വണ്ടിയുടെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു സ്ലീക്ക് ഡാഷ്ബോർഡ് ആണ് മുമ്പിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം എൻഡ് ടു എൻഡ് എയർ വെന്റ് കണ്ടിന്യൂ ചെയ്യുന്ന ലൈനിങ് പോലത്തെ ഒരു ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ആ ലൈനിങ് മുമ്പിലെ ഡോർ നോബ്സിലേക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ നോക്കുകയാണെങ്കിൽ ടിൽറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്, ടെലിസ്കോപ്പിക് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് ഫെസിലിറ്റിയും ഈ കാറിൽ അവൈലബിൾ ആണ്. നിങ്ങളെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് ഇതിന്റെ 10.25 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അവൈലബിൾ ആണ്, ആപ്പിൾ കാർപ്ലേ അവൈലബിൾ ആണ്, പിന്നെ മാപ്പ് ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ലിങ്ക് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അത് നമുക്കിപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കാണിച്ചു തരാനും പറ്റില്ല. ബ്ലൂ ലിങ്ക് ഫെസിലിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് കാർ പ്രീ ഹീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൂൾ ചെയ്യാൻ കഴിയും, കാറിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. വെന്യൂലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ആ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി അവൈലബിൾ ആണ്. 3 ഇയേഴ്സിലേക്ക് ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഹ്യുണ്ടായി തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബ്ലൂ ലിങ്കിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ടോപ്പിക്കായിട്ട് തന്നെ വേറെ ഡിസ്കസ് ചെയ്യാം. ഇതിൽ നമുക്ക് ഒരു മീഡിയ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. മീഡിയ പ്ലേ ബാക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഗ്യാരണ്ടി ആണ് ഇതിന്റെ സൗണ്ടിനെ കുറിച്ച്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 7 സ്പീക്കേഴ്സ് ബോസ് സിസ്റ്റം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ട്വീറ്റേഴ്സ്, 2 സ്പീക്കേഴ്സ് മുമ്പിലെ ഡോറിൽ, 2 സ്പീക്കേഴ്സ് ബാക്കിലെ ഡോറിൽ, പിന്നെ ഒരു സ്പീക്കർ നമ്മുടെ ബൂട്ടിലും കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്രോപ്പർ ബേസ്, പ്രോപ്പർ ട്രബിൾ എല്ലാം കൂടെ വരുന്ന നല്ല ക്ലീൻ മ്യൂസിക് തന്നെയാണ് ഇതിൽ വരുന്നത്. കൂടാതെ തന്നെ മ്യൂസിക് പ്ലേ ബാക്ക് സമയത്ത് തന്നെ നിങ്ങൾക്ക് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, പിന്നെ ഇതിനകത്ത് AC കൺട്രോൾസ് എല്ലാം ഇതിനകത്ത് കാണാനും കഴിയും. ഇനി റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈഡഡ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയാണ് സിസ്റ്റത്തിൽ വരുന്നത്. അതിൽ തന്നെ റിവേഴ്സ് സെൻസറും നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയാണ് കാറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവില്ല ഇതിന്റെ സ്ക്രീൻ ഉപയോഗിച്ച് നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടിയുടെ സൈഡ് പില്ലേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ലീക്ക് ആയിട്ടുള്ള സൈഡ് പില്ലേഴ്സ് ആണ്. അതുപോലെ തന്നെ വലിയൊരു വിൻസ്ക്രീൻ ആണ് കാറിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ടുകൾ വളരെ കുറവാണ്. നല്ല ക്ലീൻ വ്യൂയിങ് ആംഗിൾ ആണ് കാറിന് കിട്ടുന്നത്. പിന്നെ ടോപ്പ് എൻഡ് മോഡലിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റിംഗും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ വ്യൂയിങ് ആയിരിക്കും കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും ഈ കാറിൽ. നമുക്കിനി സ്റ്റോറേജിനെ കുറിച്ചും സംസാരിക്കാം. 4 ഡോറിലും ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 1 ലിറ്റർ വരെയുള്ള ബോട്ടിൽസ് ഹോൾഡ് ചെയ്യാൻ കഴിയും. ഒരു ഡീസെന്റ് സൈസിലുള്ള ഗ്ലൗ ബോക്സ് ആണ്, അതും കൂൾ ഗ്ലൗ ബോക്സ് ആണ് കാറിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ ഗിയറിന് മുമ്പിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് മൊബൈൽ വയർലെസ് ചാർജിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ വയർലെസ് ചാർജിംഗ് നമുക്ക് സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ഫോൺ എപ്പോഴൊക്കെ അവിടെ വെക്കുന്നോ അത് വയർലെസ് ചാർജിംഗ് ഫെസിലിറ്റി ഉള്ള ഫോൺ ആണെങ്കിൽ അത് ഓൾവേസ് ചാർജിംഗ് മോഡിൽ തന്നെ ആയിരിക്കും. ഹ്യുണ്ടായി അതൊന്ന് ചെയ്യേണ്ടതായിരുന്നു, ഒരു ഓൺ ഓഫ് ഫെസിലിറ്റി ഫോർ വയർലെസ് ചാർജിംഗ്. പോട്ടെ, അടുത്തത് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് അവൈലബിൾ ആണ്. ഒരു കപ്പ് ഹോൾഡറിൽ എയർ പ്യൂരിഫയർ ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ കപ്പ് ഹോൾഡർ നമുക്ക് കപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ വേറൊരു സ്റ്റോറേജ് ആയിട്ട് പറയേണ്ടത് നമ്മുടെ ഹാൻഡ് റെസ്റ്റിനുള്ളിലും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു സ്റ്റോറേജ് ഒന്നും നമുക്ക് കാറിൽ കാണാൻ കഴിയുന്നില്ല. ബാക്ക് സീറ്റിൽ ഇരുന്ന് നോക്കുന്ന സമയത്ത് നല്ല ലെഗ് റൂം അവൈലബിൾ ആണ്. എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് ഞാൻ ഫ്രണ്ട് സീറ്റ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് 6 ഫീറ്റ് ആണ് എൻ്റെ ഹൈറ്റ്. 6 ഫീറ്റ് ഹൈറ്റിനനുസരിച്ച് ഫ്രണ്ട് സീറ്റ് വെക്കുന്ന സമയത്ത് നല്ലോണം ലെഗ് റൂം അവൈലബിൾ ആണ്. പിന്നെ ഹെഡ് റൂം അവൈലബിൾ ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബെൻഡ് കൊടുത്തിട്ടുണ്ട് I20 ഇതിന്റെ റൂഫിങ്ങിന്. അതുകൊണ്ട് തന്നെ നല്ല ഹെഡ് റൂം അവൈലബിൾ ആണ്. പിന്നെ ബാക്ക് സീറ്റിൽ നമുക്ക് ഹെഡ് റെസ്റ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അവൈലബിൾ ഉള്ളൂ. നടുക്കത്തെ പാസഞ്ചറിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അല്ല കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റും ബാക്ക് സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡറോ സ്റ്റോറേജോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2 ഡോറിലും ബോട്ടിൽ ഹോൾഡർ അവൈലബിൾ ആണ്. പിന്നെ ബാക്ക് സീറ്റ് പാസഞ്ചേഴ്സിന് എയർ വെന്റും കൊടുത്തിട്ടുണ്ട് ഹ്യുണ്ടായി. അതിന്റെ താഴെ തന്നെയായിട്ട് ഒരു മൊബൈൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് മൊബൈൽ ചാർജറും കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് സീറ്റിന്റെ ബാക്കിൽ പൗച്ച് അവൈലബിൾ അല്ല. പാസഞ്ചർ സൈഡ് സീറ്റിലാണ് ഒരു പൗച്ച് അവൈലബിൾ. അതും വളരെ ചെറിയ പൗച്ചാണ്. അതും സ്റ്റോറേജിന് ഒരു കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പൗച്ച് അല്ല ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്.
കുറച്ചും കൂടെ ബെറ്റർ പൗച്ച് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ സ്റ്റോറേജ് ബാക്ക് സൈഡിലെ പാസഞ്ചേഴ്സിന് കൊടുക്കാമെന്ന് തോന്നുന്നു. പിന്നെ I20 നല്ല വിഡ്ത്തുള്ള ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ 3 പാസഞ്ചേഴ്സിന് ഓൾമോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ട് തന്നെ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ കഴിയും. I20 എന്താണ് നടുക്കത്തെ പാസഞ്ചറിന് ഒരു ഹെഡ് റെസ്റ്റ് കൊടുക്കാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. നേരത്തെ പറഞ്ഞ പോലെ നടുക്കത്തെ പാസഞ്ചറിനെ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടല്ല I20 ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നടുക്കത്തെ പാസഞ്ചറിന് നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് റെസ്റ്റ് അവൈലബിൾ അല്ല. പോരാത്തതിന് നടുക്ക് നമ്മുടെ ലെഗ് റൂമിന്റെ അവിടെ ബമ്പും അവൈലബിൾ ആണ്. ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ വരുന്ന സമയത്ത് നമ്മൾ ആ ബംപ് ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല. പ്ലസ് നടുക്ക് ഇരിക്കുന്ന ആൾക്ക് കുറച്ചൊരു കൺജസ്റ്റഡ് ലെഗ് റൂം ആണ് നമ്മുടെ AC വെന്റും എല്ലാം വരുന്നതുകൊണ്ട്. അപ്പോൾ 4 സീറ്റർ ആയിട്ടാണെന്ന് തോന്നുന്നു I20നെ കണ്ടിരിക്കുന്നത് Hyundai. പക്ഷേ 5 സീറ്റർ സ്പേസ് കൊടുക്കുന്ന സമയത്ത് നടുക്കത്തെ പാസഞ്ചറിന് കുറച്ചും കൂടെ ഒരു ബെറ്റർ സ്പേസിങ് കൊടുക്കാമായിരുന്നു I20 എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബാക്കിലെ സീറ്റ് ബെൽറ്റ് അറേഞ്ച്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 സൈഡിലും 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നടുക്ക് മാത്രം 2 പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ സീറ്റ് ബെൽറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ് ആണ് ഫ്രണ്ട് സീറ്റ് പാസഞ്ചേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല അണ്ടർ തൈ സപ്പോർട്ട് തരുന്നുണ്ട്, പ്ലസ് നല്ല ലെഗ് റൂം ഉണ്ട്, പ്ലസ് നല്ല ഹെഡ് റൂം ഉണ്ട്. ടോട്ടലി ഒരു പാസഞ്ചറിന് ബാക്ക് സീറ്റിൽ ഇരുന്ന് പോകാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിൾ ആണ് I20 എന്ന് പറയുന്നത്. ഫ്രണ്ട് സീറ്റിൽ മാത്രമല്ല ബാക്ക് സീറ്റിലും ലൈറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്കപ്പോൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. വണ്ടി ഓടിച്ചിട്ട് അതിന്റെ ഫീൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇവിടുന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളി ടോർക്ക്, നല്ല ക്ലീൻ മൂവ്മെന്റ്. DCT എഞ്ചിൻ ആണെങ്കിലും നല്ല പവർ ഉണ്ട്. പിന്നെ ഇതിന്റെ 3 എഞ്ചിൻ കോൺഫിഗറേഷൻ അവൈലബിൾ ആണ്. ഒന്ന് 1 ലിറ്റർ ടർബോ എഞ്ചിൻ, 1.2 ലിറ്റർ കാപ്പ എഞ്ചിൻ, പിന്നെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും. 1 ലിറ്ററിലും 1.2 ലിറ്ററിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. 1.5 ഡീസൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ അല്ല. ഹാൻഡ്ലിംഗ് വളരെ ക്ലീൻ ഹാൻഡ്ലിംഗ് ആണ്. ഇപ്പോഴേ ഞാൻ കൊടുക്കുന്ന സമയത്ത് നന്നായി കയറുന്നുണ്ട് പവർ. വളരെ നല്ലൊരു എഞ്ചിൻ കോൺഫിഗറേഷൻ. പുറത്തുനിന്നുള്ള സൗണ്ട് ഒന്നും തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് നോയ്സ് ഐസൊലേഷൻ ആണ്. ഞാനിപ്പോൾ മ്യൂസിക് ഒന്നും ഇട്ടിട്ടില്ല. വളരെ ക്ലീൻ ഐസൊലേഷൻ ആണ്. ചെറിയ ഹോൺ സൗണ്ട് മാത്രമാണ് പുറത്തുനിന്ന് കേൾക്കുന്നത്. പ്രോപ്പർ ബ്രേക്കിംഗ് ആണ് ഇതിന്റെ. ഞാൻ ജസ്റ്റ് ഇതിന്റെ ബ്രേക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 43 km/h വിത്തിൻ സ്പാൻ നമ്മുടെ വണ്ടി സ്ലോ ആയി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ഒരു വേർഡിക്ട് പോലെ പറയാനാണെങ്കിൽ, ഒരു I20 ഫാൻ ആണ്, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 8.4 to 13.5 lakhs ആണ്, ഇതിന്റെ ഉള്ളിലാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സിറ്റി ഡ്രൈവ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ 1.2 ലിറ്റേഴ്സിന്റെ എഞ്ചിനാണ്. കുറച്ചുകൂടെ ബെറ്റർ മൈലേജ് കിട്ടും കാറിന്. അല്ല, നിങ്ങൾ കുറച്ചുകൂടെ റൈഡിംഗ് എന്തൂസിയാസ്റ്റ് ആണ് എന്നെ പോലെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യേണ്ട വണ്ടി 1.5 ലിറ്റേഴ്സിന്റെ ഡീസൽ ആണ്. കാരണം ഹൈ ടോർക്കുള്ള ടർബോ ഇഗ്നിഷൻ എഞ്ചിനാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല എന്തൂസിയാസ്റ്റിക് ഡ്രൈവ് ആയിരിക്കും 1.5 ലിറ്റേഴ്സിന്റെ ഡീസൽ എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് പെട്രോൾ തന്നെ കുറച്ചുകൂടെ പവർ വേണമെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ ടർബോ എഞ്ചിനിൽ DCT അല്ലെങ്കിൽ IMT വേരിയന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു വേർഡിക്ട് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബാക്ക് വിസിബിലിറ്റി നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ഈ മിററിൽ പോരാത്തതിന് ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വേർഡിക്റ്റിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ബഡ്ജറ്റ് 8.4 lakh to 13.5 lakhs ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീച്ചർ റിച്ച് പ്രീമിയം ഹാച്ച് ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ I20 2020 ഈ സ്പോർട്ടി ലുക്കുള്ള കാറാണ് നിങ്ങളുടെ ഡെഫിനറ്റ് ചോയ്സ്. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി കണ്ണൂരിൽ നിന്ന് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ Apco Hyundai നിയർ JTS Thottada ആണ് നിങ്ങളുടെ ഡീലർ എന്നുള്ളത്. വണ്ടി ഇപ്പോൾ ഓൾറെഡി ഷോറൂമിലുണ്ട്. നിങ്ങൾക്ക് ഷോറൂമിൽ വന്ന് വണ്ടി കണ്ടു നോക്കാം. അപ്പോൾ താങ്ക്സ് ആൻഡ് ബൈ.